നമ്മളങ്ങനെ ഫുൾ ഡേ ട്രെയിൻ സ്പോട്ടിങ് ചെയ്യാൻ വേണ്ടി സുരാവലിയിലേക്ക് പോവാണ്. ഏകദേശം 10 മണിക്കൂറാണ് നമ്മൾ ട്രെയിൻ സ്പോട്ടിങ് ചെയ്യാൻ പോകുന്നത്. രാവിലെ 7:30 തൊട്ട് വൈകിട്ട് 6 മണി വരെ. അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മടുകാവ് ജംഗ്ഷനിലാണ്. ഇവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്റർ ഉണ്ട് സുരാവലിയിലേക്ക്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് രാവിലത്തെ കുലം വാസ്കോ ഡ ഗാമ പാസഞ്ചറാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ സമയം 6:10 ആയതുകൊണ്ട് വണ്ടി വരുന്ന 7:15-ലാണ്. രാവിലെ തന്നെ ഫുഡ് കഴിക്കട്ടെ, കാരണം ആ ഭാഗത്തൊന്നും ഫുഡൊന്നും കിട്ടത്തൊന്നുമില്ല. എന്നുവെച്ചാൽ പട്ടിക്കാട് സ്ഥലമൊന്നുമല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ മടുകാവ് ജംഗ്ഷൻ്റെ ഏറ്റവും ബാക്കിൻ്റെ എൻട്രൻസിൽ അവിടെ ഞാൻ റൂം എടുത്തത്. ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ താമസിച്ചത് ഓൾ സീസൺസ് ഗസ്റ്റ് ഹൗസ്. അവിടെ റൂം എടുത്തത്. അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ കണ്ട് പ്ലാറ്റ്ഫോമിലേക്ക് പോവാം. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. 18 ഡിഗ്രി തണുപ്പൊക്കെ ഉണ്ട്. സൂര്യൻ ഉദിക്കുന്നത് 7 മണിക്കാണ്. ഇപ്പോൾ 6:15 ആയതേ ഉള്ളൂ. 7 മണിക്കേ നമുക്ക് വെട്ടമൊക്കെ കിടത്തുള്ളൂ. നമ്മുടെ വണ്ടിയിൽ 7:15 ആയതുകൊണ്ട് ഭാഗ്യം. അതുകൊണ്ട് നമുക്ക് അവിടെ പോയി വെട്ടത്തിന് കിട്ടും. ചണ്ഡീഗഡ് മഡ്ഗാവ് ഗോവ സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസിൻ്റെ റേക്കാണ് കിടക്കുന്നത്. അഥവാ നമ്മുടെ മഡ്ഗാവ് എറണാകുളം സൂപ്പർ ഫാസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ റേക്കാണ് ഈ കിടക്കുന്നത്. അത് ഇവിടെ നിന്ന് രാവിലെ വിടും. ഒരു 10 മണി 11 മണി റേഞ്ചിൽ ഇവിടെ നിന്ന് പുറപ്പെട്ട് ചണ്ഡീഗഡിലേക്ക് പോകാൻ വേണ്ടി. നമ്മുടെ മഡ്ഗാവ് സ്റ്റേഷനിലെ മലയാളികളുടെ ഒരു കടയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ വന്ന് നല്ല അടിപൊളി സൗത്ത് ഇന്ത്യൻ നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡ് കിട്ടും. ഇവിടെ ഉണ്ടാക്കുന്ന ഹിന്ദിക്കാരെന്ന് തോന്നുന്നു. നേരത്തെ മലയാളികളാണ് നിന്നോണ്ടിരുന്നത്, ഇപ്പോൾ ഉണ്ടാക്കുന്ന ഹിന്ദിക്കാരാണ്. ആ വരുന്നത് ഗോവ എക്സ്പ്രസ് ആണ് കേട്ടോ. നിസാമുദ്ദീൻ വാസ്കോ ഡ ഗാമയ്ക്ക് പോകുന്ന ഗോവ എക്സ്പ്രസ്. നമുക്കത് തിരിച്ച് സുരാവലി പോകുമ്പോൾ തിരിച്ച് നിസാമുദ്ദീനിലേക്ക് പോകുന്നത് കിട്ടും. ഇപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് കിട്ടിയില്ല. നല്ല ഓൺ ടൈം അല്ലേ കിട്ടിയത്. ആ ചേട്ടൻ ലൈവായിട്ട് ദോശ ഇവിടെ നടക്കും. ദോശ കഴിച്ചിട്ട് പോവാം. ദോശ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോവാം. എന്നാൽ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന പോലെ തലയെടുത്ത ദോശ കേട്ടോ. ദോശയും സാമ്പാറും ചമ്മന്തിയും ഒരു കാപ്പിയും മേടിച്ചു. ഭയങ്കര ചീപ്പാണ് ഇവിടെ. 50 രൂപയേ ഉള്ളൂ. ഞാൻ ശ്രദ്ധിച്ചതേ, ഇന്നലെ നമ്മൾ വന്നപ്പോഴും ഞാൻ കണ്ടായിരുന്നു മഡ്ഗാവ് സ്റ്റേഷനിൽ കുറേ അയ്യപ്പന്മാരുണ്ട്. അതിൻ്റെ സംഭവം അറിയാം, ഇവിടെ നിന്ന് ഈ ദൂദ്സാഗർ വഴി കർണാടകത്തിലേക്ക് പോകാമല്ലോ, നോർത്ത് കർണാടക ഹൂബ്ലി ഭാഗം. അപ്പോൾ അവിടെ നിന്ന് ഗോവ ഭാഗത്തേക്ക് കുറേ വണ്ടികളുണ്ടല്ലോ, മറ്റേ ഗോവ എക്സ്പ്രസ് അങ്ങനെ കുറേ വണ്ടിയുണ്ട്. അപ്പോൾ അതിന് കയറി ആൾക്കാർ ഇവിടെ മഡ്ഗാവ് വരും. എന്നിട്ട് ഇവിടെ നിന്ന് കൊങ്കൺ വഴിയുള്ള വണ്ടിക്ക് കയറി നാട്ടിലേക്ക് പോകും. അപ്പം ഇവിടെ നിന്ന് ആകുമ്പോൾ അത്യാവശ്യം ടിക്കറ്റും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. അങ്ങനെ കണക്ഷൻ പിടിച്ച് പോകുന്ന കുറേ അയ്യപ്പന്മാരുണ്ട് കേട്ടോ. ഈ നോർത്ത് കർണാടക ഭാഗം ഉണ്ടല്ലോ, ഹൂബ്ലി ബെൽഗാം, അവിടെയുള്ള അയ്യപ്പന്മാർക്കൊക്കെ ഇങ്ങനെ പോകാൻ എളുപ്പം. മറ്റേ വഴിയൊക്കെ ഡയറക്റ്റ് വണ്ടി ഉണ്ടെങ്കിലും എല്ലാ ദിവസവും ഒന്നും ഇല്ലല്ലോ. അതാണൊരു പ്രശ്നം. നമ്മുടെ തിരുവനന്തപുരം രാജധാനി ഏതാണ്ട് 1/4 മണിക്കൂറൊക്കെ ബിഫോർ ടൈം അടിച്ച് വരുന്നത് കേട്ടാ. ഇത് കൊള്ളാമല്ല. ആറ് എപ്പോഴേ ഏതാണ്ട് സ്റ്റേഷനിൽ വന്ന് കയറി സാധനം. നല്ല ബിഫോർ ടൈമാ, ഒത്തിരി നേരത്തെയാ വണ്ടി. നമ്മൾ ഈ പോകുന്ന വണ്ടി ഉണ്ടല്ലോ, ഇത് പാസഞ്ചർ. ഇതിൻ്റെ പാസഞ്ചറിൻ്റെ നമ്പർ 5696 എന്നാണ്. ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ഉള്ളൂ രാവിലെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രാവിലെ 6:30 കുലം എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എടുക്കുന്നതാണ്. അപ്പോൾ ഈ ട്രെയിൻ പോകുന്ന വാസ്കോ ഡ ഗാമ സ്റ്റേഷൻ ശരിക്കും സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെയാണ്. ഈ തുടങ്ങുന്നത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ആണ്. ഈ ട്രെയിൻ പോകുന്നത് കൊങ്കൺ വഴി ഈ ഒരു കുറച്ച് ഭാഗമുള്ളൂ, ഈ മഡ്ഗാവ് ഭാഗം കുറച്ച് ഭാഗമേ ഉള്ളൂ കൊങ്കൺ, ബാക്കിയെല്ലാം സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ആണ്. ഈ വണ്ടി അധികം വരത്തില്ല, ഇത്ര ഉള്ളു കേട്ടോ. അവിടെ പോയി കയറണം. ഞാൻ പറഞ്ഞില്ലേ ചെറിയ വണ്ടിയാണല്ലേ, ചെറിയ വണ്ടി ആയതുകൊണ്ട് അധികം ദൂരം മുന്നോട്ട് വരത്തില്ല. ഇതാകെ 4-5 കോച്ചെങ്ങാണ്ടേ ഉള്ളൂ. എവിടെയെങ്കിലും കയറാം. നമ്മൾ പെട്ടെന്ന് എത്തും, ഇപ്പോൾ വേഗം എത്തും. ഒരു ഗുഡ്സ് ലോക്കോ ആണ് എൻ്റെ ലോക്കോ, ഒരു WDG4 കുമ്പള്ളി ഷെഡിൻ്റെ. അപ്പോൾ നമ്മൾ വേഗം എത്തും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് പോലും ഇല്ല, തൊട്ടടുത്ത സ്റ്റേഷനാണ്. അതായത് ടുവാർഡ്സ് രത്നഗിരി പോകുമ്പോൾ ഉള്ള ഫസ്റ്റ് സ്റ്റേഷനാണ് സുരാവലി. ഒരു ഹോട്ട് സ്റ്റേഷനാണ് കേട്ടോ. ഭയങ്കര ക്വാളിറ്റിയാണ്, ഭയങ്കര ക്വാളിറ്റി പറഞ്ഞത്. ഗോവ സമ്പർക്ക് ക്രാന്തിയുടെ ലോക്കോ ആണ് കിടക്കുന്നത്. ഗാസിയാബാദ് P7. ഭയങ്കര ശബ്ദം ഫോണിന്. ആ ലോക്ക് ആക്സിലേറ്റ് ചെയ്യുന്ന സൗണ്ട് കേട്ടോ നിങ്ങള്. എൻ്റെ മോനെ, ഇതിപ്പോൾ അവിടെ സുരാവലി പോയിട്ട് ഒറ്റ ചവിട്ടായിരിക്കും. അവിടെ പ്ലാറ്റ്ഫോം ഒന്നുമില്ല നമ്മൾ പോകുന്ന സ്റ്റേഷനില്. കാണിച്ചു തരാം. നമ്മളെത്തി. ഇതാണ് സുരാവലി സ്റ്റേഷൻ. കണ്ടോ, ഇവിടെ എന്തെങ്കിലും പ്ലാറ്റ്ഫോം എന്തെങ്കിലും ഒന്നുമില്ല.
ഇതാണ് നമ്മൾ ട്രെയിൻ സ്പോട്ടിങ് ചെയ്യാൻ പോകുന്ന സ്റ്റേഷൻ കണ്ട. എന്താന്ന് നോക്കി ഷോ. ഇവിടെ പ്ലാറ്റ്ഫോം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങാൻ കയറുകയൊക്കെ ഭയങ്കര ഇതാണ്. ഇതിൻ്റെ നെയിം ബോർഡ് ഉണ്ടോ? നല്ല കിടില നെയിം ബോർഡ് അല്ലേ. ഇതിൽ എത്ര കോച്ചുണ്ടെന്ന് നമുക്ക് എണ്ണ. 1 2 3. ആ സ്ലീപ്പർ കോച്ചായിരുന്നു രണ്ടാമത്തെ. 3 4 5 6 7 8 കോച്ച് മൊത്തത്തിലാട്ടോ. കുഞ്ഞു കുട്ടി പാസഞ്ചർ ട്രെയിൻ, അടിപൊളി. അപ്പോൾ ഇവിടെയാണ് നമ്മൾ 10 മണിക്കൂർ ട്രെയിൻ സ്പോട്ടിങ് ചെയ്യാൻ പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മഡ്ഗാവിനും മജോർദ ജംഗ്ഷനും നടുക്കായിട്ടാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡബിൾ ലൈൻ ട്രാക്കാണ് കേട്ടോ. സാധാരണ കൊങ്കണ്ണയിലൊക്കെ സിംഗിൾ ലൈൻ അല്ലേ, പക്ഷേ ഇത് ഡബിൾ ലൈനാണ്. സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു റൂട്ടിൽ കൂടെ കുറേ ഡീസൽ വെച്ച് ഗുഡ്സ് ട്രെയിൻ പോകുന്നുണ്ട്. അതായത് വാസ്കോഡ ഗാമേന്ന് ഈ ദൂദ്സാഗർ കുലം ദൂദ്സാഗർ കാസൽ റോക്ക് വഴി ഈ കർണാടകത്തിലെ ഹൊസ്പേട്ട് അങ്ങനെ കുറേ സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് എപ്പോഴും ദിവസം ഒരു കുറേ ഗുഡ്സ് ട്രെയിൻ ഡീസലും വെച്ചുകൊണ്ട് പോകുന്നുണ്ട്. മറ്റേ കൽക്കരി ഉണ്ടല്ലോ, കോള്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുമായിട്ട് സ്ഥിരം പോകുന്ന റൂട്ടാണ്, ഗുഡ്സിൻ്റെ റൂട്ടാണിത്. അതായത് നമ്മുടെ ദൂദ്സാഗർ പോകുന്ന ആ ഗുഡ്സ് പോകുന്ന ഇവിടെ തുടങ്ങുന്നതാണ് വാസ്കോഡ ഗാമ സ്റ്റേഷനിൽ നിന്ന്. നമ്മളീ പോകുന്ന ട്രെയിൻ വാസ്കോഡ ഗാമയ്ക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങുന്ന ഗുഡ്സിൻ്റെ ഇതിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നാൽ അവിടെ നിന്ന് വരുന്ന ട്രെയിനും കിട്ടും, കൊങ്കൺ വഴി പോകുന്ന ട്രെയിനും കിട്ടും, 2 ട്രെയിനും കിട്ടും. പിന്നെ മഡ്ഗാവ് എൻഡ് ചെയ്യുന്ന ട്രെയിൻ കിട്ടും. അങ്ങനെ കൊങ്കണിൽ ഒരു മെയിൻ സ്പോട്ടാണ് ട്രെയിൻ സ്പോട്ടിങ്ങിന് പറ്റിയൊരു മെയിൻ സ്പോട്ടാണ് ഈ സുരാവലി ഹോൾട്ട് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് മഡ്ഗാവ് വരെ ഉള്ള ടെർമിനേറ്റ് ചെയ്യുന്ന വണ്ടികൾ കിട്ടും. പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് അല്ല മംഗലാപുരം സൈഡിൽ നിന്ന് മുംബൈ ഭാഗത്തേക്ക് പോകുന്ന വണ്ടികൾ കിട്ടും. വാസ്കോന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടികൾ കിട്ടും. അങ്ങനെ എല്ലാ വണ്ടികളും കിട്ടും ഇവിടെ നിന്നാൽ. അതാണ് ഈ ഒരു സ്റ്റേഷൻ്റെ പ്രത്യേകത. പിന്നെ വലിയ ശല്യമൊന്നുമില്ല, നാട്ടുകാർ ശല്യമൊന്നുമില്ല. ചെറിയൊരു നല്ലൊരു പക്ക ഗ്രാമപ്രദേശം പോലത്തെ ഒരു സ്റ്റേഷൻ. ഇവിടെ ഇരിക്കാനാകെ ഈ ഒരു സെറ്റപ്പ് മാത്രമേ ഉള്ളതുകൊണ്ടോ. ഇത് ഭയങ്കര ഡെവലപ്ഡൊന്നുമല്ല, സാധാരണ ഒരു സംഭവം ഉണ്ടോ. ഒരു പഴയ ഷീറ്റ് അവിടെ ഇരിക്കാൻ വേണ്ടി പൊട്ടിപ്പൊളിന് ചേറിൻ്റെ താഴെ കട്ട വെച്ചവർ ഇട്ടേക്കുന്നു. ഇരിക്കാൻ ആ ഒരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ പ്ലാറ്റ്ഫോമിൽ ഹൈറ്റ് ഇല്ല, അതാണ് ഈ ഒരു ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. കണ്ടോ ഈ സുരാവലി സ്റ്റേഷൻ നെയിം ബോർഡ് കണ്ടോ, വായിക്കാൻ പോലും പറ്റത്തില്ല, അതുപോലെ കാട് പിടിച്ച് കിടക്കുക കണ്ടോ. എന്ത് പറയാനോ അതൊക്കെ. നമ്മുടെ ഫസ്റ്റ് വണ്ടിയാണല്ലോ ഇത്, ഏതൊരു മെമു ആണല്ലോ. ഇത് ഇങ്ങോട്ട് പോകുന്ന മെമു ആ. ആ മെമു കാലിയാണല്ലോ, എനിക്കൊന്ന് എങ്ങോട്ടോ പോകുന്ന മെമു വന്നു കേട്ടോ. അത് സംഭവം എന്ന് അറിയോ, അത് രാവിലെ വന്ന കാർവാർ മഡ്ഗാവ് മെമു ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ മെമുവിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്ന വെർണാർ എന്ന സ്ഥലത്താണ്. അപ്പോൾ അങ്ങോട്ടേക്ക് മിക്കവാറും മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ടെല്ലാം കൊണ്ടുപോയിരിക്കും. ഒരു BTPN ഗുഡ്സ് ട്രെയിൻ ആണ് ഈ പോകുന്നത് രത്നഗിരി ഭാഗത്തേക്ക്. ഒരൊറ്റ ജീണയം മാത്രമേ ഉള്ളൂ അതിൻ്റെ ലോക്കാട്ടോ, സിംഗിൾ ജീണയനാ, ഒറ്റ ജീണയം മാത്രം. നമ്മുടെ ഇടയ്ക്ക് 2 എണ്ണം കാണും അല്ലേ, ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. കാരണം ഇവിടെ ഈ കയറ്റം ഇറക്കമൊക്കെ കുറവല്ലേ, നേരെ കിടക്കുന്ന ട്രാക്കല്ലേ, ടെറൈൻ അങ്ങനത്തെ ടെറൈൻ അല്ലേ. നമ്മുടെ ഇടയ്ക്ക് കയറ്റം ഇറക്കമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും 2 എണ്ണമൊക്കെ. രാവിലെ കുലം നിന്ന് വാസ്കോയിലേക്ക് പോകുമ്പോൾ വാസ്കോയിൽ നിന്ന് കുലമിലേക്ക് ഒരു പാസഞ്ചർ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ആ പാസഞ്ചറാണ് ഈ വരുന്നത്. കുറച്ച് ലേറ്റാണ്. വാസ്കോഡ ഗാമ കുലം പാസഞ്ചർ. ഇതിലൊരു WDG4 ലോക്കോ ആണേ. ഇവിടെ എല്ലാം ഈ WDG4 ലോക്കാണ് ഈ പാസഞ്ചറിന് കൂടുതലും കണ്ടുള്ളത് കേട്ടോ. അതും പുപ്പള്ളി ഷെഡിൻ്റെ. ഇത് അത്രയും കോച്ച് തന്നെ ഉള്ളു കേട്ടോ, 5 6 കോച്ചേ ഉള്ളു കേട്ടാ. ഇതിന്റെ നെയിം ബോർഡ് കൊള്ളാം, നൈസ് നെയിം ബോർഡാ കേട്ടാ. ഇനി ഇവിടെ വണ്ടി നിർത്തുന്നത് ഇന്ന് ഉച്ചയ്ക്കേ ഉള്ളു കേട്ടോ. ഉച്ചയ്ക്ക് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, വൈകിട്ടും ഉണ്ട്, 3 നേരം ഉണ്ട്. പിന്നെ രാവിലെയും വൈകിട്ടും മഡ്ഗാവിന് സാവന്ത്വാടിയിലേക്ക് പാസഞ്ചർ ഉണ്ട്. അത് മറ്റേ LSP പാസഞ്ചറാണ്.
അതും ഇവിടെ നിർത്തും. പിന്നെ നമ്മൾ ഇരിക്കുന്ന ഈ ഒരു സെക്ഷന് വേറൊരു പ്രത്യേകത ഇവിടെ ഉണ്ട്. എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ആണ്. അതായത് ഇവിടെ കുറേ ട്രാഫിക് ഉള്ളതല്ലേ, മീൻസ് ഈ ഗുഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ഗുഡ്സും കൊങ്കൺ വഴി പോകുന്ന ട്രെയിൻസും ഒക്കെ ഉള്ളതല്ലേ. മഡ്ഗാവ് സ്റ്റേഷനും ഉണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ആണ്. ഇപ്പോൾ ട്രെയിൻ ഇപ്പോൾ ബാക്ക് ടു ബാക്ക് വരികയാണെങ്കിൽ വേഗം വേഗം പോവുകയും ചെയ്യും. അതുകൊണ്ട് ആ ഒരു ഉപകാരമുണ്ട് ഇവിടെ. ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, ഈ മജോർദയിൽ ഈ ഒരു മഡ്ഗാവ് ആ ഒരു സ്ട്രെച്ച് വരെ എങ്ങാണ്ടേ ഉള്ളൂ. ഈ ഇവിടെ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ നിന്ന് ശരിക്കും കാണാൻ പറ്റും. പക്ഷേ ഇന്ന് ഇപ്പോൾ വെട്ടം അധികമില്ലാത്തതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. മജോർദ ജംഗ്ഷൻ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് ഈ ഒരു വാസ്കോ ഡ ഗാമ ലൈൻ തിരിയുന്നത്. അവിടെ നിന്ന് നേരെ ഒരു ട്രാക്ക് കിടക്കുന്ന കാണാം. ആ ട്രാക്കാണ് വാസ്കോയ്ക്ക് പോകുന്ന ലൈന്. റൈറ്റ് പോകുന്ന ട്രാക്കാണ് രത്നഗിരിക്ക് പോകുന്ന കൊങ്കൺ റെയിൽവേയുടെ ലൈൻ വരുന്നത്. അപ്പോൾ ഈ വാസ്കോയ്ക്ക് പോകുന്ന ലൈനും ആ ഭാഗമൊക്കെ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ഹുബ്ബള്ളി ഡിവിഷനാണ്. ഇവിടെ നിന്ന് ഈ മഡ്ഗാവ് കഴിഞ്ഞിട്ട് ടുവാർഡ്സ് കൊല്ലം പോകുമ്പോഴും ആ ഒരു ഭാഗം ഹുബ്ബള്ളി ഡിവിഷൻ്റെ കയ്യിലാണ്, സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ. പക്ഷേ ഈ ഒരു ഭാഗം മാത്രമുള്ള കൊങ്കൺ റെയിൽവേയുടെ കയ്യിൽ വരുന്നത്. ഡീസൽ ഫ്ലൈറ്റുകൾ വന്നു തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം അവിടെ നിന്ന് വരുന്നതുകൊണ്ട് ഒരുമാതിരി വൃത്തിയായിട്ട് ലൈറ്റ്. ഇപ്പം കറക്റ്റ് ബാക്ക് ലൈറ്റാണ്. ലൈറ്റ് ഇങ്ങനെ നമ്മുടെ ക്യാമറയിലേക്ക് അടിക്കുക. അതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന വണ്ടിയിൽ കാണാൻ വലിയ സുഖമില്ല. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കൊള്ളാം, നല്ല ലൈറ്റാണ്. ഇത് ആ കുലം ഭാഗത്ത് നിന്ന് വരുന്നൊരു ഗുഡ്സ് ട്രെയിനാണ്. ഇതിപ്പോൾ കാലിയുണ്ട്, എം ടി ആണ്. ഇതിന് അവിടെ പോയിട്ട് നിറച്ചിട്ട് ഇനി ഇങ്ങോട്ട് വരും. ഇതിപ്പോൾ എം ടി ആയിട്ട് പോവാണ്. എം ടി ആയിട്ട് വാസ്കോ ഭാഗത്തേക്ക് പോവാണ്. വാസ്കോ ഭാഗത്തോട്ട് പോയിട്ട് ലോഡും കൊണ്ട് ഇനി വേറെ എപ്പോഴേലും വരും ഇങ്ങോട്ട്. ഈ ഒരു ഭാഗം കൊങ്കണൊക്കെ ഇലക്ട്രിഫൈ ആവുന്നതിന് മുമ്പ് ഈ സ്റ്റേഷൻ ശരിക്കും കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. ഇവിടെ കുറേ നല്ല വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭഗവതിപുരം സ്റ്റേഷനൊക്കെ പോലെ തന്നെ ഇവിടെ കുറേ മരങ്ങളുണ്ടായിരുന്നു. എല്ലാം വെട്ടിക്കിടന്ന് ഈ പോള് വയ്ക്കാൻ വേണ്ടിയേ. എന്നാലും ഇപ്പം മഴയത്ത് പറഞ്ഞ ഈ സ്റ്റേഷൻ ശരിക്കും പറഞ്ഞാൽ മഴയത്ത്, അതായത് മൺസൂൺ സമയത്ത് ഒന്നുകൂടെ അടിപൊളിയായിരിക്കും. മൺസൂൺ സമയത്ത് അല്ലെങ്കിലും ഈ ഭാഗമൊക്കെ സൂപ്പർ ആയിരിക്കുമല്ലോ. വിശാഖപട്ടണം ഷെഡിൻ്റെ ഒരു WP7 ആയിട്ട് ഭാവ്നഗർ കൊച്ചുവേളി എക്സ്പ്രസ് ഇപ്പോൾ അങ്ങോട്ട് പോയത്. ഓൺ ടൈമാണ്. ഈ നോൺ മൺസൂൺ സമയത്തൊക്കെ കൊങ്കണിലെ വണ്ടികളൊക്കെ ഏകദേശം ഓൺ ടൈം ആയിരിക്കും. വലിയ ഡിലേ ഒന്നും വരാറില്ല. എന്നാലും ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ഡിലേക്ക് വരാറുള്ളൂ. നമ്മളിന്ന് വന്നിരിക്കുന്ന ദിവസം ശരിക്കും പറഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ പ്രീമിയം വണ്ടി നമുക്ക് കിട്ടും. തിരുവനന്തപുരത്ത് നിന്ന് നിസാമുദ്ദീൻ പോകുന്ന രാജധാനി, പിന്നെ എറണാകുളം നിസാമുദ്ദീൻ ദുരന്തോ, പിന്നെ തേജസ് എക്സ്പ്രസ്, ജനശതാബ്ദി ഉണ്ടെന്ന് തോന്നുന്നു, തേജസ് കിട്ടും. ഇത്രയും കുറേ പ്രീമിയം വണ്ടികൾ നമുക്ക് ഇന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഏതോ വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ട്. മാൻഡവി എക്സ്പ്രസ് 9:15 വിടും. അപ്പോൾ അതല്ല, അതിന് മുമ്പ് വേറെ ഏതോ വണ്ടി ഉണ്ടെന്ന് തോന്നുന്നു. നോക്കാം. ഗുഡ്സ് ആയിരിക്കും. മഡ്ഗാവിന് മുംബൈ പോകുന്ന മാണ്ഡവിയാണ് പോയത്. അതിന് മുന്നേ വേറെ ഒന്നുമില്ലായിരുന്നു. അതിൻ്റെ ശബ്ദം തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്റ്റേഷൻ്റെ ഈ സൈഡിൽ നല്ല സ്ഥലട്ടോ. അവിടെ ഒരു തൊഴുത്തൊക്കെ ഉണ്ട്. പഴയ കാഴ്ചകൾ, ഗ്രാമക്കാഴ്ചകളൊക്കെ കാണാം. ഗോവൻ ഗ്രാമക്കാഴ്ചകളൊക്കെ. ഈ സ്റ്റേഷനിലായിട്ടുള്ള വഴി ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തോട്ട് വഴിയുണ്ട്. പിന്നെ ഇതിലേക്കൂടി ഒരു കുഞ്ഞു വഴിയുണ്ട് കണ്ടോ. ഈ വഴിയൊക്കെ കണ്ടാൽ നിങ്ങൾ റെയിൽവേ സ്റ്റേഷന് വഴിയാന്ന് പറയത്തേ ഇല്ല കണ്ടോ. അപ്പോൾ അവിടെ വരെ വണ്ടിക്ക് വന്നിട്ട് ഇങ്ങനെ വേണ്ടി നടന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. നമുക്ക് പഴയ മരത്തിൻ്റെ തടികളൊക്കെ ഒന്ന് ഇലക്ട്രിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് മുറിച്ച മരത്തിൻ്റെ തടിയൊക്കെ ഉണ്ട് ഇവിടെ കൊണ്ടിട്ടേക്കുക. ഇതാണ് സ്റ്റേഷൻ്റെ കെട്ടിടം. വീട്ടിൽ CCTV ഒക്കെ വെച്ചിട്ടുണ്ട്. സ്റ്റേഷൻ്റെ കെട്ടിടം ഇതാണ്, സുരാവലി എന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒരു പുള്ളി വന്നിരിക്കും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും. ഇപ്പോൾ ആരുമില്ല. ഇപ്പോൾ ഫുള്ള് ഒന്നുമില്ല ഇവിടെ. സ്റ്റേഷൻ മാസ്റ്റർ അങ്ങനെയൊന്നുമില്ല. കാരണം ഇവിടെ ആകെ 2 ട്രാക്കല്ലേ ഉള്ളൂ. വേറെ ട്രാക്ക് സ്വിച്ച് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ ടൈം ടേബിൾ എടുത്തിരിക്കുന്നുണ്ടോ. ആകെ 1 2 3 4 5 6 7 8 വണ്ടികളാണുള്ളത്. ഈ ഡെമു എന്ന് പറയുന്ന പാസഞ്ചർ ആട്ടോ. ഡെമു ഒന്നും അല്ല, ഇപ്പോൾ പാസഞ്ചറാണ്. രാവിലെ ആദ്യത്തെ വണ്ടി മഡ്ഗാവ് സവന്തോടെയാണ് 6:26. പിന്നെ അടുത്ത വണ്ടി കുലം വാസ്കോ പാസഞ്ചർ
പിന്നെ വാസ്കോ കുലം പാസഞ്ചർ, പിന്നെ ഉച്ചയ്ക്കാണ് കുലം വാസ്കോ ഡെമു പാസഞ്ചറാണത്. വാസ്കോ കുലം പാസഞ്ചർ. പിന്നെ വൈകിട്ട് നമ്മളെ വൈകിട്ടത്തെ വണ്ടിക്കാണ് തിരിച്ച് മടുകാവ് പോകുന്നത്. വാസ്കോ കുലം പാസഞ്ചറിന് കുലം വാസ്കോ പാസഞ്ചർ പിന്നെ വൈകിട്ടുണ്ട്. അപ്പോൾ ഈ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടുള്ള ഒരു സെറ്റ് കറക്റ്റായിട്ട് ഇപ്പോൾ ഓടുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വണ്ടി എന്ന് പറയുന്നത് വണ്ടി ഇതാ സാവന്തവാടി മടുകാവ് 8:30 8:17 ആ വണ്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം രാവിലെ ഈ സെയിം 6:20 വണ്ടിയുള്ളൂ, വേറെ വണ്ടിയൊന്നുമില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ടൈം ടേബിൾ വരുന്നുണ്ട്. സുരാവലി ഹോൾട്ട് കൊങ്കൺ റെയിൽവേയുടെ സ്റ്റേഷനാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം കേട്ടോ. എനിക്ക് ഫുള്ള് ചെലന്തിയിലൊക്കെ പിടിച്ച് ഇവിടെ ഒരു ചേട്ടൻ വരും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും, പുള്ളിയാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. എന്നാലും ഇവിടെ ഈ സ്റ്റേഷനിൽ ചെറിയൊരു പ്ലാറ്റ്ഫോം അവർക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളൂ, ശകലം കൂടെ ഹൈറ്റ് വെച്ചിട്ടല്ലേ. എന്താണോ ഈ കാട് പിടിച്ച് കഴിയുന്ന സ്ഥലമൊക്കെ വെറുതെ ഇങ്ങനെ കിടക്കുക. അങ്ങനെ ഒരു ഗുഡ്സ് ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഗുഡ്സ് ട്രെയിനിൻ്റെ പടം ആദ്യം എടുത്തിട്ട് ഞാൻ വീഡിയോ കാണിക്കാം. ആ വാസ്കോഡ ഗാമേന്ന് ലോഡും കൊണ്ട് പോവാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് എംറ്റി ആയിട്ട് പോകും, അവിടെ നിന്ന് ലോഡായിട്ട് പോകും. കണ്ടോ ഫുൾ ലോഡുമായിട്ട്. എന്താണെന്നറിയത്തില്ല, മിക്കവാറും കൽക്കരി വല്ലായിരിക്കും മൂടിക്കെട്ടി കൊണ്ടുപോവാണ്. അപ്പോൾ ഇതിന് നേരെ മടുകാവ് കുലം വഴി ദൂത്സാഗർ കയറി മിക്കവാറും കർണാടകയിൽ എവിടെയൊക്കെ ആയിരിക്കും പോകുന്നത്. മറ്റേ തൊർണകല്ലൂർ എന്ന സ്ഥലമുണ്ട്, അവിടെയാണ് ഈ മെയിനായിട്ട് ഈ കുച്ച് പോകുന്നത്. അപ്പോൾ ഇതൊരു സ്ഥിരം റൂട്ടാണ്. അപ്പോൾ ആ ഒരു കുച്ചാണ് പോകുന്നത്. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ വന്നേ പിന്നെ ആദ്യത്തെ ലോഡാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ കുറേ വരും ഇനിയിപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ വരും, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലോക്ക് ഒരു ഹൂബ്ലി ഷെഡിൻ്റെ WDG4 ട്വിൻസാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ അടുത്ത് വരുന്ന കൊങ്കൺ കന്യ എക്സ്പ്രസ് കേട്ടോ. അത് കണ്ട് ഇപ്പോൾ ഇവിടെ മജോർദ ജംഗ്ഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. മജോർദ കഴിഞ്ഞിട്ടാണ് സുരാവലി. അപ്പോൾ ഇപ്പോൾ വരും അത് കൊങ്കൺ കന്യ. ഈ വേറിസ്മേ ട്രെയിൻ ആപ്പ് വഴി ഓവർടേക്ക് അടിക്കുന്നത് നിങ്ങൾക്ക് കാണണോ? ട്രെയിൻ ഓവർടേക്ക് അടിക്കുന്നത് ഇവർ ആ മടുകാവ് സ്റ്റേഷനിലെ അറൈവൽസ് നോക്കുകയാണ്. അതിലും ആദ്യം തിരുവനന്തപുരം രാജധാനി ഉണ്ട്, നാഗർകോവിൽ ഗാന്ധിധാമും ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നാഗർകോവിൽ ഗാന്ധിധാം ഇവിടെ അസ്നോട്ടിൽ എന്ന സ്റ്റേഷനിൽ വന്ന് കിടക്കും. 9:31 കിടക്കുവാണേ. ഇപ്പോൾ 9:45. എന്നിട്ട് ഞാൻ ബാക്ക് എടുത്തിട്ട് രാജധാനി എടുത്ത് നോക്കിയപ്പോൾ രാജധാനി കാർവാർ വിട്ട് 3 കിലോമീറ്റർ ടു അസ്നോട്ടി. അപ്പോൾ ഓവർടേക്കിന് വേണ്ടി കിടക്കുകയാണ്. അപ്പോൾ ഇത് ഈ രാജധാനി കയറിപ്പോയിട്ട്, രാജധാനിയാണ് ആദ്യം മടകാവ് എത്തേണ്ടത്. രാജധാനി കയറിപ്പോയിട്ട് ഏകദേശം ഒരു ലൊല്ലിയം സ്റ്റേഷനൊക്കെ കഴിയുമ്പോഴായിരിക്കും അസ്നോട്ടിയിൽ നിന്ന് നാഗർകോവിൽ ഗാന്ധിധാം എടുക്കുന്നത്. കൊങ്കൺ കന്യ എക്സ്പ്രസ് ആണ് ഇപ്പോൾ പോയത്. നേരത്തെ പോയ മാണ്ഡവി എക്സ്പ്രസിൻ്റെ റേറ്റ് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ്. അതിൻ്റെ ലോക്കോ ഒരു പൂനെ WAP7 ആയിരുന്നു. വന്ദേ ഭാരത് ഉണ്ട് കേട്ടോ, ഞാൻ പറയാൻ മറന്നു. വന്ദേ ഭാരത് നമുക്ക് കാണാൻ പറ്റും, മുംബൈ മഡ്ഗാവ്, അപ്പോൾ അതും സ്പോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ അടുത്ത പ്രീമിയം ട്രെയിൻ വരുന്നുണ്ട്, തിരുവനന്തപുരം നിസാമുദ്ദീൻ രാജധാനി. അതിൻ്റെ തൊട്ട് ബാക്കിൽ നാഗർകോവിൽ ഗാന്ധിധാമും ഉണ്ട്. അപ്പോൾ രാജധാനി ഇപ്പോൾ മഡ്ഗാവ് എത്തിയിട്ടുണ്ട്. അപ്പോൾ പുറപ്പെടും, ഇപ്പോൾ വരും. തുക്ലക്കാബാദ് ഷെഡിന് ഒരു WAP7 ആയിട്ട് രാജധാനിയാണ് ഇപ്പോൾ അങ്ങോട്ട് പോയത്. ഇനി പിന്നെ പുറകെ നാഗർകോവിൽ ഗാന്ധിധാം വരും. പിന്നെ അതിൻ്റെ പുറകിൽ ഗോവ സമ്പർക്ക് ക്രാന്തി വരും. അത് 11:20 തോന്നുന്നു മഡ്ഗാവെന്ന് പുറപ്പെടുന്നത്. ചണ്ഡീഗഡ് നമ്മളവിടെ വെച്ച് രാവിലെ കണ്ടില്ല ആ വണ്ടി. ഈയിടെ LHB ആയ നാഗർകോവിൽ ഗാന്ധിധാം എക്സ്പ്രസ് ആണ് ഇപ്പോൾ അങ്ങോട്ട് പോയത്. അതിന്റെ ലോക്ക് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഈറോഡ് ഷെഡിൽ ഇൻഡിപെൻഡൻസ് ഡേ ഇവരുടെ ഭാഗമായിട്ട് അടിച്ച ഒരു കിടില ലോക്കോ ആയിരുന്നു, അത് കണ്ടില്ലായിരുന്നു? 391239 നമ്പറൊക്കെ ഉള്ളത്.
ആ ലോക്കോ ഞാൻ ഇതിനു മുമ്പ് പല വീട്ടിൽ കാണിച്ചിട്ടുണ്ട് ലോക്കോ. അപ്പോൾ ആ ലോക്കോ ആയിരുന്നു നാഗർകോവിൽ ഗാന്ധിധാമിനെ ഇപ്പം കൊണ്ടുപോയത് അങ്ങോട്ട്. അത് ഓൺ ടൈം ആയിരുന്നു, എല്ലാം പക്ക ഓൺ ടൈം. അടുത്തായിട്ട് മഡ്ഗാവിന് ചണ്ഡീഗഡ് വന്ന ഗോവ സമ്പർക്ക് ക്രാന്തി കണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ട് ഇവിടെ നിന്ന് സ്പോട്ട് ചെയ്യാം. ഈ മഡ്ഗാവ് ഭാഗത്തു നിന്ന് ഇപ്പോൾ ഈ ഗോവ സമ്പർക്ക് ക്രാന്തി പോയില്ലേ, അപ്പം ഈ ഒരു ലൈനിൽ കൂടി ഇപ്പോൾ അങ്ങോട്ട് വണ്ടി പോകുമ്പോൾ വണ്ടി കുറച്ച് പയ്യായിരിക്കും പോകുന്നത്. കാരണം ഈ മജോർദയിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു ട്രാക്ക് ഉണ്ട്, അങ്ങോട്ടാണ് രത്നഗിരി ഭാഗത്തേക്കുള്ള ലൈൻ പോകുന്നത്. അപ്പം അവർ വണ്ടി ഈ ലൈനിൽ കൂടി ഇങ്ങനെ പോകും, അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് സ്ലോ ചെയ്യും. കാരണം അവിടെ നിന്നാണ് അങ്ങേ അറ്റത്ത് പോയിട്ട് റൈറ്റിലേക്ക് ലൂപ്പുണ്ട്, അങ്ങനെയാണ് വണ്ടി പോകുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് അതായത് രത്നഗിരി ഭാഗത്തുനിന്ന് ടുവാർഡ്സ് മഡ്ഗാവ് ആകുമ്പോൾ നല്ല സ്പീഡിൽ പോകും. പിന്നെ ഈ ലൈനിൽ കൂടെ സ്പീഡിൽ പോകും. അത് ഏതാണെന്ന് ചോദിച്ചാലും മറ്റേ ഗോവ എക്സ്പ്രസ് വാസ്കോ ഭാഗത്തേക്കുള്ള വണ്ടികളാണ് നല്ല സ്പീഡിൽ പോകും. കാരണം ഇത് നേരെ അങ്ങ് വിട്ടടിച്ച് പോകും, എങ്ങും തിരിയാനില്ല. ഈ ലൈനാണ് ശരിക്കും, ഈ ഒരു ട്രാക്കാണ് ശരിക്കും നേരെ വാസ്കോയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ലൈനിൽ കൂടെ വാസ്കോ ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളാണെങ്കിൽ അടിച്ച് മിന്നിച്ച് പോകും. ടെക്നിക്കലി ഭാഗത്തേക്കാണെങ്കിൽ പയ്യെ പോകത്തുള്ളൂ. ഇതൊക്കെ സ്പോട്ട് ചെയ്ത് കണ്ടുപിടിച്ച കേട്ടോ, അല്ലാണ്ട് ഞാൻ എങ്ങും നോക്കി പറയുന്നൊന്നുമല്ല. ശരിക്കും ഈ ഒരു സ്റ്റേഷൻ്റെ അവസ്ഥ ഭയങ്കര മോശം. ഇവർക്ക് ഇതൊക്കെ ഒന്ന് അടിപൊളിയാക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഈ കൊങ്കൺ റെയിൽവേ സ്റ്റേഷൻ്റെ എല്ലാ അവസ്ഥ ഇത് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഒരു ഹോൾട്ട് സ്റ്റേഷൻ എടുത്ത് നോക്കിയാൽ ഇതിലും എത്രയോ ബെറ്റർ അല്ലേ. ഇത് പ്ലാറ്റ്ഫോം പോലും ഇല്ല, ഒരു ഫെസിലിറ്റീസോ ഡെവലപ്മെൻറ്റോ ഒന്നുമില്ല. ഇരിക്കാനുള്ള ബെഞ്ചാണ്, അതാണ് ഒടിഞ്ഞു തൂങ്ങി അവിടെ ഇരിക്കുകയും ചെയ്യുക. എന്താ ഇരിക്കാനുള്ള എന്തെങ്കിലും വെക്കുകയുള്ളൂ, അതുപോലും ഇല്ല. ഇത് അപ്പുറത്തെ പ്ലാറ്റ്ഫോം കൊണ്ടോ ഇത്രേ ഉള്ളൂ ലെങ്ത്ത്. ഇവിടെ അതുപോലും ഇല്ല. ഇവിടെ ജസ്റ്റ് 2 സ്ലാബ് ഇട്ടേക്കുന്നത്, ഇതാണ് പ്ലാറ്റ്ഫോം. കണ്ടോ എന്ത് പറയാനെന്നൊക്കെ. ഒന്നെങ്കിൽ ഈ സ്റ്റേഷൻ അബാൻഡൻ ചെയ്യുക, അല്ലെങ്കിൽ കൊണ്ടുപോവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവർക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ഡെവലപ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ കൊങ്കൺ റെയിൽവേയും സൗത്ത് വെസ്റ്റേൺ റെയിൽവേയും തമ്മിൽ ചെറിയൊരു ക്ലാഷ് ഉണ്ട്. കാരണം സൗത്ത് വെസ്റ്റേൺ റെയിൽവേ കൊങ്കൺ റെയിൽവേ അക്വയർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതൊക്കെയാണ്. അത് കുറേ ആൾ പറയുന്നുണ്ട്, അക്വയർ ചെയ്താൽ പിന്നെയെങ്കിലും കുറച്ച് ഭേദം ഉണ്ടായിരിക്കും. കാരണം ഇത് കൊങ്കൺ റെയിൽവേ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ഭാഗം അല്ല നമ്മൾ നോക്കുവാണെങ്കിൽ. കാരണം കൊങ്കൺ റെയിൽവേ വേറൊരു ഭാഗമായിട്ടാണ് വരുന്നത്, ഒരു പ്രൈവറ്റ് സംഭവം പോലെയാണ്. ഇന്ത്യൻ റെയിൽവേ ആയിട്ട് ഡയറക്റ്റ് ബന്ധമില്ല. ഇവിടുത്തെ എല്ലാ സിസ്റ്റവും വേറെ എൻറ്റയർലി ഡിഫറെൻ്റാണ്. യൂണിഫോം ആണെങ്കിലും എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല. ഒന്നും വേണ്ട, ഇതിനെക്കാട്ടും ആൾക്കാർ ഇറങ്ങുന്ന സ്റ്റേഷൻ്റെ അവസ്ഥ ഭയങ്കര മോശം. അപ്പോൾ ഈ സുരാവലി സ്റ്റേഷൻ്റെ അവസ്ഥ പറയേണ്ട ആവശ്യമില്ല. നമ്മളന്ന് ഉടുപ്പി ഇപ്പോൾ കണ്ടതല്ല, അവിടെ ആണെങ്കിൽ മര്യാദയ്ക്ക് ഷെൽട്ടർ പോലും ഇല്ല. ഇപ്പോൾ അവിടെ കുറച്ച് ഷെൽട്ടറൊക്കെ വരുന്നുണ്ട്. മൂകാംബിക സ്റ്റേഷൻ്റെ അവസ്ഥ കണ്ടില്ല, ഇത് തന്നെ അവസ്ഥ. ആൾക്കാർ ഇറങ്ങുന്ന സ്റ്റേഷനിൽ വരെ മോശം അവസ്ഥയാണ്. അപ്പോൾ ഈ ആൾക്കാർ ഇറങ്ങാത്ത ഈ ഹോൾട്ട് സ്റ്റേഷൻ്റെ അവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അടുത്ത ഗുഡ്സ് പോകുന്നുണ്ടോ, ഇതും എം ടി ആണുണ്ടോ. അപ്പോൾ ഇത് കാലി അടിച്ച് പിന്നെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാസ്കോ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് നിറച്ചിട്ട് വരും. ഇതിൻ്റെ ലോക്കോ ഒരു WDG4 ട്വിൻസ് ലോക്കോ ആണേ. ഇതൊരു BCN ഫ്ലൈറ്റ് ആണ്. ഇത് എനിക്ക് തോന്നുന്നു ദൂസറ ഭാഗത്തേക്ക് ആയിരിക്കും മിക്കവാറും, അല്ലാതെ ഡീസൽ വെച്ച് പോകത്തില്ലല്ലോ. അപ്പൊ അത് തന്നെയായിരിക്കും. കണ്ടോ ഫുള്ള് ലോഡാ. കണ്ടോ ഡോർ അടച്ചിട്ട് മറ്റേ ടാഗൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം ഫുള്ളാന്ന് അർത്ഥം. എറണാകുളം നിസാമുദ്ദീൻ ദുരന്തോ എക്സ്പ്രസ് വരുന്നുണ്ട് കേട്ടോ. ഇതെന്തോ അതിനിടയ്ക്കൂടെ വേറെ ഐറ്റം വരുന്നത്. ഓ ഇത് മറ്റേ സാധനം, ട്രാക്ക് മെഷീൻ.
അരക്കോണത്തിന് ഒരു WIP4 ആയിട്ട് എറണാകുളം നിസാമത്തിൻ ദുരന്തം പോകുന്നു. ഇതെന്തോ WIP4 ലോക്കോ എന്താണെന്ന് അറിയത്തില്ല. സാധാരണ ഇതിന് ഡൽഹിയിൽ നിന്ന് വരുന്ന ലോക്കമാണ് തിരിച്ചു പോകുന്നത്. എനിക്ക് തോന്നുന്നു ആ ലോക്കൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും. ഞാൻ സ്വിഗ്ഗി വഴി ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് ഉച്ചക്കത്തിൽ ലഞ്ച് കഴിക്കട്ടെ. ഇപ്പോൾ സമയം 12:30 നല്ല ചൂടാണ്, തൊടാൻ വയ്യ, നല്ല ചൂടോടെ അവർ കൊണ്ട് തന്നു. ഞാനിപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് 7:30 വന്ന 8:30, 9:00, 10:00, 11:00, 12:30. ഇപ്പോൾ 5.25 മണിക്കൂറായി. സമയം 12:51 കേട്ടോ. സമയം പോയത് അറിഞ്ഞില്ലായിരിക്കും പറഞ്ഞാൽ. ഇനി ഒരു 5 മണിക്കൂർ കൂടെ ഉണ്ട്. അപ്പോൾ ഇനിയുള്ള 5 മണിക്കൂറുള്ള ട്രെയിൻ സ്പോട്ടിങ് നിങ്ങൾ അടുത്ത വീഡിയോയിലാണ് കാണാൻ പോകുന്നത്. ഈ ഒറ്റ വീഡിയോയിലാക്കാൻ പോയി ഒത്തിരി ലെങ്തി ആയിപ്പോൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇവിടെ നിന്ന് വൈകിട്ട് 6 മണി വരെയുള്ള ട്രെയിൻ സ്പോട്ടിങ്ങും പിന്നെ ഇവിടെ നേരെ നാട്ടിലേക്ക് ഇൻഡോർ കൊച്ചുകളിലേക്കുള്ള യാത്രയായിട്ട് അടുത്ത ദിവസം കാണാം. സുരാവലി ട്രെയിൻ സ്പോട്ടിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോഴേക്കും ബൈ.